ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മാഗ്നറ്റോടാക്റ്റിക് ബാക്ടീരിയ വരെയല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്രേ? ഓക്കെ. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. ഓക്കെ. അപ്പൊ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് രണ്ട് അപ്രോച്ച് വഴി നമുക്ക് നാനോ മെറ്റീരിയൽസിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് ബോട്ടം അപ്പ് അപ്രോച്ചും പറയും, രണ്ടാമത്തേത് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഓക്കെ. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ നാനോ മെറ്റീരിയൽസിനെ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ബോർഡ് യൂസ് ചെയ്തിട്ട് ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സിനുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞത് ഏതാ രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞേ? അതെ. അതായത് ഞാൻ ബോട്ടം അപ്പ് ഇങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതിയേക്കുവാണേ. ബോട്ടം അപ്പും പിന്നെ ഉള്ളത് ഏതാ? ടോപ്പ് ഡൗൺ. അപ്പൊ ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് ഉള്ളത് നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാൻ. അപ്പൊ ഈ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇവിടെ നമ്മൾ ഈ ബോട്ടം അപ്പ് മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആറ്റം ബൈ ആറ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയത്തില്ല, ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഓരോ ബ്ലോക്ക് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതായത് അതായത് ഓരോ ആറ്റം ബൈ ഓരോ ബ്ലോക്ക് വഴിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് വലിയൊരു സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്താ? നാനോ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനപ്പോ അതായത് ഓരോന്ന് വെച്ചിട്ടാണ് ഞാൻ നാനോ മെറ്റീരിയൽസ് ഇവിടെ സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയൊരു സാധനം ഉണ്ട്, അതായത് ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ട്. ഈ ബൾക്ക് മെറ്റീരിയലിനെ ഞാൻ എന്തായിട്ട് മാറ്റാണ്? ഞാൻ ഇതിനെ ചെറിയൊരു പീസ് ആക്കിയിട്ട് മാറ്റുകയാണ്. ഈ ചെറിയ പീസ് എന്ന് പറയുന്നത് എല്ലാം എന്താ? നാനോ റേഞ്ചിൽ വരുന്നതാണ്. മനസ്സിലായി? അതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബോട്ടം അപ്പും ടോപ്പ് ഡൗണും. അതായത് ഇങ്ങനെ ഓർത്തോ, ഇപ്പൊ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടോപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും വലുത് പൊക്കത്തിരിക്കുന്ന സാധനം, അതായത് ഏറ്റവും വലിയ സാധനം, അതിനെ ഞാൻ ചെറുതിലേക്കാക്കി, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ മറ്റേത് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ആറ്റം ബൈ ആറ്റം ഞാൻ ഓരോ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ബൈ മോളിക്യൂൾ കൂട്ടിച്ചേർത്ത് ഞാനൊരു വലിയൊരു സാധനത്തിനെ ഞാൻ ലാസ്റ്റ് ഇവിടെ ഉണ്ടാക്കി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു സാധനത്തിനെ ഞാൻ ചെറുതാക്കി ആക്കി ഇങ്ങനെ നാനോ റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. ഇനിയിപ്പോ
കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ അതെന്താ സംഭവം നമ്മൾ നോക്കാൻ പോകും. അപ്പൊ ഇതിനകത്ത് ഈ ബോട്ടം അപ്പ് അപ്രോച്ചിനകത്ത് വരുന്ന കുറച്ച് ടെക്നീക്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ, റിഡക്ഷൻ ടെക്നീക്കും, സോൾ ജെൽ സിന്തസിസും. അതായത് ഈ 3 ടെക്നീക്സ് ഈ ബോട്ടം അപ്പ് അപ്രോച്ച് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നാനോ മെറ്റീരിയൽസിനെ എനിക്ക് ഈ 3 മെത്തേഡ്സ് ത്രൂ എനിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ടം അപ്പ് അപ്രോച്ചിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന്റെ സൈസ്, ഷേപ്പ്, കോമ്പോസിഷൻ ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ബെറ്റർ കൺട്രോൾ ഓവർ സൈസ്. എന്തോ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ അത് മേക്കപ്പ് ചെയ്യുന്ന സംഭവങ്ങളില്ലേ, അതിനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇലക്ട്രോണിക്സ്, മെഡിസിൻ, കറ്റാലിസിസ്, അങ്ങനെ ആ ഏരിയയിലാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനിയിപ്പോ വരുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതിനകത്ത് വരുന്ന ടെക്നിക്കുകൾ എന്ന് പറയുന്നതാണ് ഇത് ഇത്രയും പറയുന്ന അതിന്റെ ടെക്നിക്കുകളാണ്. മെക്കാനോ കെമിക്കൽ മെത്തേഡ്, ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്, ലേസർ അബ്ലേഷൻ, ലിത്തോഗ്രഫി, എച്ചിങ്, ഇങ്ങനെ 5 മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ബോട്ടം അപ്രോച്ചിന്റെ 3 ടെക്നിക്കുകളും പഠിക്കുന്നുണ്ട്, ടോപ്പ് ഡൗണിന്റെ 3 പഠിക്കുന്നുണ്ട്. അതായത് മെക്കാനോ, ഇത് ആർക്ക് ഡിസ്ചാർജ്, ലേസർ അബ്ലേഷൻ, അങ്ങനെ ആ ഓരോന്നിന്റെ 3 മെത്തേഡ്സ് വീതം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ടോപ്പ് ഡൗണിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് നമ്മളിപ്പോ വലിയ ഒരു ബൾക്ക് സാധനത്തിനെ ഞാൻ ചെറുതാക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കൂടുതലും ഡിഫക്റ്റ് വരാൻ കൂടുതൽ ചാൻസസ് കൂടുതലാണ്. അതായത് അതിന്റെ സർഫസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ അതിനൊരു ഇറഗുലർ ഷേപ്സ് ഒക്കെ വരാനായിട്ട് കൂടുതൽ ചാൻസസ് ഉണ്ട്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ് ഇറ്റ് ഇസ് വൈഡ്ലി യൂസ്ഡ് നാനോ ഡിവൈസ് ഫാബ്രിക്കേഷൻ, കോട്ടിങ്സ്, ഇൻഡസ്ട്രിയൽ പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചേ. ആ ബോട്ടം അപ്പും ടോപ്പ് ഡൗണിന്റെ പോയിന്റ്സ് ഒന്ന് വായിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കും. എന്തോ പ്രൊഡ്യൂസസ് യൂണിഫോം ആൻഡ് ഡിഫക്റ്റ് ഫ്രീ നാനോമെറ്റീരിയൽസ്. അതായത് നമ്മൾ ഈ ബോട്ടം അപ്പിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോ ബ്ലോക്ക് എന്നല്ല, ഓരോ ആറ്റം ബൈ ആറ്റം ആണ് ഞാൻ ബിൽഡ് ചെയ്ത് ഞാൻ ഒരു നാനോ മെറ്റീരിയൽ ഞാൻ സിന്തസൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഞാൻ ഒരു ആറ്റം, ഓരോ ആറ്റത്തിനെ ഞാൻ എടുക്കുമ്പോൾ അത് സെയിം ആറ്റം ആയിരിക്കും. അതായത് ഇപ്പൊ എനിക്കൊരു സിൽവർ നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്യണം, അപ്പൊ ഞാൻ സിൽവറിന്റെ ആറ്റത്തിനെ വെച്ചിട്ടായിരിക്കുമല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആറ്റവും യൂണിഫോം സ്ട്രക്ചറും യൂണിഫോം കോമ്പോസിഷനും ആയിരിക്കും അതുള്ളത്. അപ്പോൾ സെയിം നമ്മൾ ഒരു സാധനത്തിന്റെ തന്നെ സെയിം സാധനം എടുക്കുമ്പോൾ അതിനകത്ത് ഡിഫക്റ്റ് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ് പ്രൊഡ്യൂസസ് യൂണിഫോം ആൻഡ് ഡിഫക്റ്റ് ഫ്രീ നാനോ മെറ്റീരിയൽസ്. അതെ അതെ, പക്ഷെ മറ്റേനകത്ത് എന്താ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. അതിനകത്ത് ഡിഫക്റ്റ്, സർഫസ് ഡിഫക്റ്റ് വരാൻ ചാൻസസ് കൂടുതലുമാണ്. ഇറഗുലർ ഷേപ്പും ആയിരിക്കും, അതായത് അവിടെ യൂണിഫോമിറ്റി വരില്ല. അതൊന്ന് വായിച്ചേ. അതെന്ത് അതിവിടെ അത് ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഈ നാനോ ഡിവൈസുകൾ കാണുമല്ലോ, ആ നാനോ സ്കെയിലിൽ വരുന്ന ഡിവൈസസ്, അപ്പൊ അതിനെ യൂസ് ചെയ്യുന്ന അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോ
അടുത്തത് വരുന്നതാണ് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ മെത്തഡ്. അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ബോട്ടം അപ്പ് അപ്രോച്ചിനകത്ത് വരുന്ന ഒരു ടെക്നീക്കാണ്, ഫസ്റ്റ് ടെക്നീക്കാണ് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാൻ ഞാൻ കെമിക്കൽസിനെ ഒരു സൊല്യൂഷനകത്ത് ആക്കി മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ആ നാനോ മെറ്റീരിയൽസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിന്റെ പ്രീകേഴ്സറിനെ ഞാൻ സൊല്യൂഷനകത്ത് ഞാൻ ഒരു സൊല്യൂഷൻ എടുത്തു. ഇപ്പൊ എന്തെങ്കിലും ഒരു കെമിക്കൽ സൊല്യൂഷൻ ആണ്, അപ്പൊ ആ ഒരു പ്രീകേഴ്സറിനെ ഞാൻ ആ സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്യും. പ്രീകേഴ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ, അതായത് ഞാൻ ഏത് മെറ്റീരിയൽ ആണോ എടുക്കുന്നത് അതിനെയാണ് പ്രീകേഴ്സർ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒറിജിനൽ സാധനം. ഇപ്പൊ എനിക്ക് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് ഇപ്പൊ സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്യാം. അപ്പൊ അതൊരു പ്രീകേഴ്സറാണ്. അപ്പൊ അത് ഞാൻ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിനെ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യും. അതായത് എനിക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണം. ഈ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കെമിക്കൽസിന് എനിക്കിപ്പോൾ സിൽവർ നാനോ പാർട്ടിക്കിൾസ് വേണം. അപ്പൊ ഞാനിപ്പോൾ സിൽവർ നൈട്രേറ്റ് ആണ് എൻ്റെ സൊല്യൂഷനിൽ ഞാൻ മിക്സ് ചെയ്തു. അപ്പൊ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അൺഡിസോൾവ്ഡ് ആയിട്ട് സബ്സ്റ്റൻസുകൾ കിടക്കും. മനസ്സിലായത്? ഞാനിപ്പോ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് അൺഡിസോൾവ് ആയിട്ട് കിടക്കും. ഈ അൺഡിസോൾവ്ഡ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും അത് എനിക്ക് ഒന്നെങ്കിൽ ക്രിസ്റ്റൽ ഫോം, അതായത് സോളിഡ് ഫോം ആയിട്ട് അത് പുറത്തേക്ക് ഫോം ചെയ്ത് വരും. അപ്പൊ അതിനെയാണ് പ്രസിപ്പിറ്റേറ്റ് വരിക എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിനാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നാനോ പാർട്ടിക്കിൾസ് വേണം. ഇപ്പൊ സിൽവർ നാനോ പാർട്ടിക്കിൾസ് എനിക്ക് സിന്തസൈസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം പ്രീകേഴ്സറിനെ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്തു. ഇപ്പൊ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് NaOH ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റാണ്. അപ്പൊ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ നമുക്ക് ഏതെങ്കിലും ഏജന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ സൊല്യൂഷനിൽ ഒരു പെർട്ടിക്കുലർ ഒരു ടെമ്പറേച്ചർ pH റേഞ്ചിലായിരിക്കും ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്റെ സൊല്യൂഷൻ എന്തായിട്ട് മാറും? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവും. അതായത് ആ സൊല്യൂഷൻ സൂപ്പർ സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തും. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ്സ്, അതായത് സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. അത് ആക്ച്വലി എന്താ, നാനോ സ്കെയിൽ പാർട്ടിക്കിൾസ്. അതായത് എനിക്ക് വേണ്ടുന്ന നാനോ പാർട്ടിക്കിൾസ് ആണ് ആ ഫോം ചെയ്തേക്കുന്നത്. അത് ന്യൂക്ലിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഫോം ചെയ്ത്, അതായത് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്ത് ഗ്രോ ആവും. അതെ, അതിനെയാണ് ന്യൂക്ലിയേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ട് പിന്നെയാണ് അത് എനിക്ക് നാനോ സ്കെയിൽ പാർട്ടിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. മനസ്സിലായി? അതാണ് ആക്ച്വലി കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡിനകത്ത് നമ്മൾ ചെയ്യുന്ന സംഭവം. ഡെഫിനിഷൻ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. അതായത് എ കോമൺ ബോട്ടം അപ്പ് സിന്തസിസ് ടെക്നിക് വെയർ നാനോ പാർട്ടിക്കിൾസ് ഫോം then precursor compounds in solution precipitate out. അതായത് ഫസ്റ്റ് പറയുന്നത് ഇതൊരു ബോട്ടം അപ്പ് സിന്തസിസ് ടെക്നിക് ആണ്. അതിനകത്ത് ഞാൻ എന്താ ഇതിനകത്ത് സിന്തസൈസ് ചെയ്യുന്നത്? നാനോ പാർട്ടിക്കിൾസ്. അപ്പോൾ നാനോ പാർട്ടിക്കിൾസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്, എവിടുന്ന് ഫോം ചെയ്യുന്നത്? ഞാൻ ആഡ് ചെയ്യുന്ന പ്രീകേഴ്സർ കോമ്പൗണ്ട്സ്. അതായത് ഇപ്പൊ ആ ഒരു പ്രീകേഴ്സർ കോമ്പൗണ്ട്സ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആൽക്കലോയിഡ്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും നാനോ പാർട്ട്, ഞാൻ എന്താണോ മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യുന്നത് അതിന്റെ റിലേറ്റഡ് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്സ് ആകാം, ഏതെങ്കിലും ഒരു മെറ്റൽ കോമ്പൗണ്ട്സ് ആകാം. അപ്പൊ അതാണ് പ്രീകേഴ്സർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രീകേഴ്സർ ഞാൻ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരും. എപ്പോഴാണ് അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരുന്നത്? ആഫ്റ്റർ ആഡിങ് എ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ്. അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ പ്രോസസ്സിനകത്ത് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഈ അൺഡിസോൾവ്ഡ് ആയിട്ടുള്ള സംഭവം നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത്. ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ റിയാക്ഷൻ പാരാമീറ്റേഴ്സ്. അതായത് റിയാക്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് ഈ pHഉം ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. മനസ്സിലായത്? അതായത് നമ്മൾ
അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന pH ടെമ്പറേച്ചർ ഞാനിപ്പോൾ ഒരു 100°C ആണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു pH ഞാൻ എനിക്കിപ്പോൾ ഒരു 6, 7 റേഞ്ചിൽ 8 റേഞ്ചിലായിരിക്കും എൻ്റെ pH ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ എത്ര pHഉം ടെമ്പറേച്ചർ ആണ് ഞാൻ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള സൈസിലും ഷേപ്പിലും ആയിരിക്കും എനിക്ക് ഫോം ചെയ്യുന്ന നാനോ പാർട്ടിക്കിൾസ് വരാം. അപ്പൊ ആ റിയാക്ഷൻ കണ്ടീഷൻ മാറ്റേഴ്സ്. ഇപ്പൊ എനിക്കൊരു ഷേപ്പ്, എനിക്കിപ്പോ ഒരു ഇന്ന സൈസിൽ എനിക്ക് നാനോ പാർട്ടിക്കിൾസ് കിട്ടി, അല്ലെങ്കിൽ ഇന്നൊരു ഷേപ്പിലാണ് എനിക്കത് കിട്ടിയതെങ്കിൽ അതിന്റെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത ഈ pHഉം ടെമ്പറേച്ചറും കൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. ഇപ്പൊ നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ നമ്മൾ പറയത്തില്ലേ അതിന് അധികം ചൂട് കൊടുക്കരുത്, അല്ലെങ്കിൽ അത് ഭയങ്കര ഇതായിട്ട് മാറും എന്നൊക്കെ നമ്മൾ പറയില്ല. അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു സ്പെസിഫിക് ടെമ്പറേച്ചർ കാണും, ഈ ഒരു റേഞ്ചിലായിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ ഓരോ മെറ്റീരിയലിനും പല കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 5th പോയിന്റ്. അതെ. പിന്നെ വരുന്നതാണ് അതിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ ചാലഞ്ചസും വരുന്നത്. ഇപ്പൊ അത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ, അഫോർഡബിൾ ആണ് വരുന്നത്. പിന്നെ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താ സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ, അതൊരു മെഷറബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് വരും. പിന്നെ വരുന്നത് അതിന്റെ ചാലഞ്ചസ് ആണ് വരുന്നത്, അതായത് അതിന്റെ ലിമിറ്റേഷൻസ് അങ്ങനെ പറയും. എന്തോ പറഞ്ഞോ? സെക്കൻഡ് പോയിന്റ് ആണോ? സെക്കൻഡ് റിക്വയർസ് ഓൺലി ആംബിയന്റ്, അതായത് അതിന്റെ ഒരു എന്താ പറയാ, നോർമൽ ടെമ്പറേച്ചർ കണ്ടീഷൻ റേഞ്ച്, ആംബിയന്റ് കണ്ടീഷൻസ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ഒരു മൈൽഡ് ഹീറ്റിംഗ്, അതായത് ഒത്തിരി ഹീറ്റിംഗ് വേണ്ട ഈ ഒരു പ്രോസസ്സിനകത്ത്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡിനകത്ത് നമ്മളിവിടെ pHഉം ടെമ്പറേച്ചറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ അധികം ഒത്തിരി ടെമ്പറേച്ചർ വേണ്ട കാര്യമില്ല, അതൊരു നോർമൽ കണ്ടീഷൻ, ഒരു ആംബിയന്റ് കണ്ടീഷനിൽ അത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ സ്കെയിലബിളുടെ മീനിങ് എന്ന് വെച്ചാൽ അത് ഇറ്റ് ക്യാൻ ഗ്രോ, എക്സ്പാൻഡ് എന്നുള്ള രീതിയിലാണ് അതിന്റെ മീനിങ്. പിന്നെ പ്രൊഡ്യൂസസ് ഹൈലി പ്യുവർ ആൻഡ് യൂണിഫോം നാനോ പാർട്ടിക്കിൾസ് വിത്ത് പ്രോപ്പർ കൺട്രോൾ. അതായത് നമ്മൾ ഈ കണ്ടീഷൻ, അതായത് ഒരു ആംബിയന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മൈൽഡ് ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്ത് നമ്മളൊരു നോർമൽ റേഞ്ചിൽ നമ്മൾ അതിനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു പ്യുവർ ഫോമിലേക്കായിരിക്കും കിട്ടുക. അതായത് പ്യുവറും യൂണിഫോം നാനോ പാർട്ടിക്കിൾസും ആയിരിക്കും നമുക്കിതിനെ കിട്ടുക. പിന്നെ അതിന്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ അഗ്ലോമറേഷൻ. അതായത് അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടിയിരിക്കുക, ആ ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ അതിനകത്ത് ഇംപ്യൂരിറ്റീസ് വരാനും സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ മെഡിസിനൽ ഫീൽഡിൽ വരുന്നുണ്ട്, എൻവയറമെന്റ്, കറ്റാലിസിസ്. അതായത് കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റിയാക്ഷൻസിനെയൊക്കെ നമുക്ക് സ്പീഡപ്പ് ചെയ്യാൻ പറ്റുന്നത്, കെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെഡിസിൻ ഇതിൽ എൻവയറമെന്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൺസ്ക്രീൻസിലൊക്കെ യൂസ് ചെയ്ത് കൺസ്യൂമർ പ്രൊഡക്ട്സ് യൂസ് ഇൻ സൺസ്ക്രീൻസ്, ഫോട്ടോ കാറ്റൽ, ആന്റി ബാക്ടീരിയൽ കോട്ടിങ്സ് അങ്ങനെയൊക്കെ അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കിട്ടുന്ന നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യും. അടുത്ത രണ്ടാമത്തെ അതൊക്കെ അത് ടെക്സ്റ്റിനകത്ത് ഉള്ളതാ. ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാനോ പാർട്ടിക്കിൾസ്, അതൊക്കെ ഓരോ നാനോ പാർട്ടിക്കിൾസിന്റെ പേരാണ്. പിന്നെ അതിനകത്ത് പ്രിന്റ് എടുത്തതിനകത്ത് ഇവിടെ 1 എന്ന് കൊടുത്തേക്കണം. ഞാനിത് നമ്പറിങ് ഇടാൻ മറന്നു, ഇപ്പൊ കൺഫ്യൂഷൻ വരണ്ട. അതായത് നമ്മൾ 3 മെത്തേഡ്, അതായത് ബോട്ടം അപ്പിനകത്ത് വരുന്ന മെത്തേഡ്സ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്പർ 1 എന്ന് ഇട്ടേക്കണേ. അടുത്ത മെത്തേഡ് ആണ് വരുന്നത് റിഡക്ഷൻ ടെക്നിക്ക്. അതും ബോട്ടം
ബോട്ടം അപ്പ് മെത്തേഡിനകത്ത് വരുന്നതാണ് റിഡക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിഡക്ഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മെറ്റൽ അയോൺസിനെ റെഡ്യൂസ് ചെയ്തിട്ട് പ്യുവർ മെറ്റാലിക് ഫോമിലേക്ക് മാറ്റുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതെ, അതായത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നമ്മൾ വൈറ്റ് ബോർഡ് ഒന്ന് യൂസ് ചെയ്യാതെ. ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് റിഡക്ഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് മെറ്റൽ അയോൺസ് ആയിട്ടാണ് ഉള്ളത്. അതായത് മെറ്റൽ അയോൺസ് എന്ന് പറയുമ്പോൾ അയോൺസ് എന്ന് വെച്ചാൽ എന്താ? ചാർജ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പൊ അതിനെയാണ് മെറ്റൽ അയോൺസ് പറയുന്നത്. അപ്പൊ എനിക്ക് ആ മെറ്റൽ അയോൺസിനെ മെറ്റൽ ആക്കിയിട്ട് മാറ്റണം. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുക? അയോൺസിനെ ഇപ്പൊ നമ്മൾ മെറ്റൽ ആക്കുമ്പോൾ അത് എങ്ങനെയാ വരുന്നത്? ഈ മെറ്റൽ ആറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? സോഡിയം അതാണ് സംഭവം. അപ്പൊ ഇവിടുത്തെ എന്റെ റിഡക്ഷൻ മെത്തേഡിനകത്ത് എനിക്ക് അതായത് എനിക്കിപ്പോ സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ സിൽവറിന്റെ AG എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് AG പ്ലസ് ആയിട്ടാണ് ഇരിക്കുന്നത്. AG പ്ലസ് ആറ്റംസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ AG പ്ലസിനെ പിന്നെ ഞാൻ എങ്ങനെയാ മാറ്റുന്നത്? ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ AG ആയിട്ട് മാറ്റും. ഇതാണ് ആക്ച്വലി റിഡക്ഷൻ മെത്തേഡിനകത്ത് വരുന്നത്. അതായത് എനിക്കിപ്പോൾ ഉള്ള ഫസ്റ്റ് അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു മെറ്റൽ പ്രീകേഴ്സറിനെ, അതായത് ഒരു മെറ്റൽ സോൾട്ട് സൊല്യൂഷനെ ഞാൻ അത് സിൽവർ ഇപ്പൊ ഞാൻ AG പ്ലസിനെ ഞാൻ അത് AG ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യും? അതായത് ഈ അയോൺസിന് ഞാൻ ഇലക്ട്രോൺസ് കൊടുക്കും. ഇലക്ട്രോൺസിനെ കൊടുത്തിട്ടാണ് എനിക്ക് AG ആയിട്ട് മാറുന്നത്. അതിന്റെ ഒരു ബേസ് ഒരു 1 ലൈൻ ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ റിഡക്ഷൻ മെത്തേഡിനകത്ത്. അപ്പൊ ഇതിനകത്തും എനിക്ക് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റൽ പ്രീകേഴ്സർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്തും ഞാൻ മെറ്റൽ പ്രീകേഴ്സർ എന്തോ അതായത് ഞാൻ ഫസ്റ്റ് എടുക്കുന്ന സാധനം അതെ സാമ്പിൾ ആണ്. എന്റെ മെറ്റൽ സംഭവമാണ് ഈ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് എന്ത് ആഡ് ചെയ്യും? ഇതിനകത്ത് ഞാൻ റെഡ്യൂസിങ് ഏജന്റ് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രീകേഴ്സർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് റെഡ്യൂസിങ് ഏജന്റ്. ഞാൻ അതിനെ RA എന്ന് എഴുതുവാണേ. ഓക്കെ, റെഡ്യൂസിങ് ഏജന്റ് ഞാൻ ആഡ് ചെയ്യും. ഞാൻ എന്തിനാ ഈ റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുന്നേ? എന്തുകൊണ്ടായിരിക്കും? വെരി ഗുഡ്. അതായത് എനിക്ക് ഈ മെറ്റൽ അയോൺസിന് ഇലക്ട്രോൺസ് കൊടുത്തിട്ട് എനിക്ക് ഈ
മെറ്റൽ ആയിട്ട് എനിക്ക് വേണം, എനിക്ക് മെറ്റൽ ഫോമിലേക്ക് വേണം. അതിനാണ് ഞാൻ ഈ റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾസ് വരിക, അസ്കോർബിക് ആസിഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രേറ്റ്, അങ്ങനെ പറയുന്ന റെഡ്യൂസിങ് ഏജന്റ്സ് എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഏജന്റ്സിനെ ഞാൻ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇലക്ട്രോൺസ്, ഈ റെഡ്യൂസിങ് ഏജന്റ്സ് ഇവർക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അതായത് ഈ Ag+ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എന്തായിട്ട് മാറും? Ag ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിട്ട് വരും? 0 ആയിരിക്കും Agയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഇത് കംപ്ലീറ്റ്ലി എനിക്കൊരു മെറ്റൽ ഫോമിലേക്കായിട്ട് കിട്ടി, ഒരു ന്യൂട്രൽ ആറ്റമായിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യും? മൂന്നാമതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലൈസറിനെ ആയിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് മൂന്നാമതായിട്ട് ഞാൻ ഇതിനെ സ്റ്റെബിലൈസർ ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ പ്രീകേഴ്സർ ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്തു, മൂന്നാമത് ഞാൻ എന്ത് ചെയ്തു? സ്റ്റെബിലൈസർ ആഡ് ചെയ്തു. സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത് എന്തോ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മെറ്റൽ, അതായത് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, എനിക്കിപ്പോൾ സിൽവർ നാനോ പാർട്ടിക്കിൾസ് എനിക്ക് സിന്തസൈസ് ചെയ്യണമെങ്കിൽ ഞാൻ സിൽവർ നൈട്രേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോ ഞാൻ അതൊന്ന് എഴുതി കാണും. അപ്പോ എൻ്റെ സിൽവർ നൈട്രേറ്റ് ആണ് ഈ പ്രീകേഴ്സർ എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? അപ്പൊ ഇതിനകത്തോട്ടാണ് ഞാൻ റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ സ്റ്റെബിലൈസർ ആഡ് ചെയ്യും. ഈ സ്റ്റെബിലൈസർ എന്തിനാ ഞാൻ ആഡ് ചെയ്യുന്നത്? അതായത് ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ സ്റ്റെബിലൈസർ. ഇപ്പൊ അതായത് എക്സാമ്പിൾ പോളിമേഴ്സ് ഒക്കെ ഈ സ്റ്റെബിലൈസർ, എല്ലാം ഇതല്ല, ചിലതൊക്കെ പോളിമേഴ്സ് ഒക്കെ സ്റ്റെബിലൈസർ ആയിരിക്കും. എന്തോ അതായത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് to prevent the ഇതിനാണ് സ്റ്റെബിലൈസർ ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി അതിന്റെ പ്രോസസ്സ്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ റിസൾട്ടിങ് സംഭവമാണ് എനിക്ക് വരുന്നത് നാനോ പാർട്ടിക്കിൾസ് വരുന്നത്. സ്റ്റെബിലൈസറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എനിക്ക് റിസൾട്ടിങ് എൻ്റെ നാനോ പാർട്ടിക്കിൾസ് കിട്ടും. അപ്പോൾ റിഡക്ഷൻ മെത്തേഡിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ? എൻ്റെ പ്രീകേഴ്സർ ആഡ് ചെയ്യും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാണ്, സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആണ് എനിക്ക് സിന്തസൈസ് ചെയ്യേണ്ടത്. ഇത് എനിക്ക് സിൽവർ ആണ് സിന്തസൈസ് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഞാൻ സിൽവർ നൈട്രേറ്റ് പ്രീകേഴ്സർ ആയിട്ട് എടുത്തു. ഈ സിൽവർ നൈട്രേറ്റിനകത്തോട്ട് എനിക്ക് എന്ത് ആഡ് ചെയ്യണം? റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യണം. അപ്പൊ ഈ റെഡ്യൂസിങ് ഏജന്റിനകത്ത് എന്താ ഉള്ളത്? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഈ മെറ്റൽ അയോൺസിന് കൊടുത്തിട്ട് ഇവരെ ന്യൂട്രൽ ആറ്റം ആക്കി സിൽവർ ആറ്റം ആയിട്ട് എനിക്ക് തരും. അത് കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഓൾറെഡി സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് എനിക്ക് അവർ തരുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഈ സ്റ്റെബിലൈസർ ആഡ് ചെയ്യും. എന്തുകൊണ്ടാ? ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ടു പ്രിവെന്റ് ദം ഫ്രം സ്റ്റിക്കിങ്. സ്റ്റെബിലൈസർ ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിങ് പാർട്ടിക്കിളാണ് എൻ്റെ ആവശ്യമുള്ള എൻ്റെ സിൽവർ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. മെറ്റൽ പ്രിക്കോഷന്റെ ബ്രാക്കറ്റ് കൊടുക്കുന്ന മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം. ഒരു മിനിറ്റ്, ഞാനൊന്ന് PDF നോക്കട്ടെ. ഞാനിപ്പോൾ ഇത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് PDF കാണുന്നില്ല. ഒരു സെക്കൻഡ് കേട്ടോ.
ഏതായിരുന്നു പോയിന്റ്? എന്താ ചോദിച്ചത് എന്നോട്? മെറ്റൽ പ്രിക്കോഴ്സർ ബ്രാക്കറ്റിൽ മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ കൊടുത്തേക്കും. മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പൊ സോൾട്ടിങ് ഇപ്പൊ എന്താ അതിനെ നമ്മള് ആ ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനെ മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയാ. അത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അതെ, എന്നുവെച്ചാൽ അതിനകത്ത് മെറ്റൽ എന്ന് പറയുന്നത് ഏതാ? സിൽവർ ഒരു മെറ്റൽ അല്ലേ? അപ്പൊ അതിനെ നമ്മൾ സൊല്യൂഷൻ ഫ്രം മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ. അപ്പൊ അതിന് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾ പറയാണ്. അതായത് പ്രീകേഴ്സറിന്റെ എക്സാമ്പിൾ ആണ് ഒരു മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ. ഇപ്പൊ എനിക്ക് സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിൽവർ നൈട്രേറ്റ് എടുത്തു. ഇപ്പൊ എനിക്ക് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് റിലേറ്റഡ് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആയിരിക്കും ഞാൻ എടുക്കുക. അങ്ങനെ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് സിൽവറിനെ വെച്ച് പറയുന്നേ ഉള്ളൂ. ഫോർത്ത് പോയിന്റ് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഡിപെൻഡ് ഓൺ pH ടെമ്പറേച്ചർ റിയാക്ഷൻ. പാർട്ടിക്കുലർ പ്രോപ്പർട്ടി ഡിപെൻഡ് pH ടെമ്പറേച്ചർ. അതെ, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. അതായത് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ആയ സൈസും ഷേപ്പും ഒക്കെ നമ്മൾ കൊടുക്കുന്ന pHഉം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ വരുന്നത് അതിന്റെ അഡ്വാൻറ്റേജസും ചാലഞ്ചസും ആപ്ലിക്കേഷൻസ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അത് പ്രത്യേകിച്ച് അതിനകത്ത് എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോ ഇന്നത്തെ ഇതെടുത്തോ, ഇന്നത്തെ PDF എടുത്തോ. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ഇന്നത്തെ നോട്ട് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അടുത്ത മെത്തേഡാണ് സോൾ ജെൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതിനകത്ത് വരുന്ന മെത്തേഡാ സോൾ ജെല്ല്? അപ്പൊ നമ്മൾ ഇതിനകത്ത് എത്ര മെത്തേഡ്സ് പറഞ്ഞു? അതെ, അതായത് ബോട്ടം അപ്പിനകത്ത് നമ്മളിപ്പോ ഏതൊക്കെയാ പറഞ്ഞു? കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ പറഞ്ഞു, റിഡക്ഷൻ ടെക്നിക്ക് പറഞ്ഞു, അടുത്തത് വരുന്നതാണ് സോൾ ജെൽ. അതായത് ലാസ്റ്റ് മെത്തേഡാണ് ഈ സോൾ ജെൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സോൾ എന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷനെയാണ് സോൾ എന്ന് പറയുന്നത്. അത് കുറച്ച് നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പയ്യെ അത് എന്തായിട്ട് മാറും? ജെൽ ലൈക്ക് ഒരു സോളിഡ് ആയിട്ട് ഫോം ചെയ്യും. അതിനെയാണ് സോൾ ജെൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഫൈനൽ നാനോ മെറ്റീരിയൽ കിട്ടും. അതാണ് വരുന്നത്. അതായത് ഇതിനകത്തും നമ്മൾ എന്താ ആഡ് ചെയ്യുക? പ്രീകേഴ്സേഴ്സ് എടുക്കുക. അതായത് ഇതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന മെറ്റൽ പ്രീകേഴ്സേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മെറ്റൽ ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ മെറ്റൽ സോൾട്സ്. ഇതെല്ലാം മെറ്റൽ പ്രീകേഴ്സേഴ്സിനകത്ത് വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഈ മെറ്റൽ പ്രീകേഴ്സേഴ്സ് ദേ അണ്ടർഗോ ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. അതായത് അതിനകത്ത് കൊടുത്തേക്കുന്ന കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് കണ്ടോ? ഹൈഡ്രോളിസിസ്, കണ്ടൻസേഷൻ, ഇങ്ങനെ ഓരോ റിയാക്ഷൻസ് വഴി അവര് പോകും ഈ മെറ്റൽ പ്രീകേഴ്സർ. ഇതിനകത്ത് കണ്ടൻസേഷൻ അത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻ വിത്ത് വാട്ടറും, കണ്ടൻസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജോയിനിങ് ടുഗെദർ. അത് വേപ്പറൈസ് ചെയ്ത് ആ ഒരു സംഭവത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ കണ്ടൻസേഷൻ ജോയിനിങ് ടുഗെദർ എന്നാണ് ഇട്ടേക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് ഈ റിയാക്ഷൻസ് എന്തായിട്ട് മാറും? നമുക്കൊരു ലിക്വിഡ് ഫോമിലേക്ക് മാറും. അത് ലിക്വിഡ് സൊല്യൂഷൻ ആയിട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പൊ ഈ സോൾ എന്ന് പറയുമ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ ആയിട്ട് മാറുമ്പോൾ ആ ലിക്വിഡിനകത്ത് എന്താ ഉള്ളത്? എനിക്ക് ആവശ്യമുള്ള ഒരു നാനോ പാർട്ടിക്കിൾ അതിനകത്തുണ്ട്. അപ്പൊ അത് നാനോ പാർട്ടിക്കിൾ റിച്ച് ലിക്വിഡ് എന്നാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ഒരു ലിക്വിഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായി തിക്കായിട്ട് മാറും. ആ തിക്ക് അതിനെയാണ് നമ്മൾ ജെൽ എന്ന് പറയുന്നത്. കുറച്ച് ഒരു ജെല്ലി കണ്ടിട്ടില്ലേ? ആ രീതിയിൽ ആ ഒരു ഫോമിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ നാനോ മെറ്റീരിയൽ ഒബ്റ്റെയിൻ ആവുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ് സോൾജൽ മെത്തേഡിനകത്ത് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. കുറച്ച് നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടെ അങ്ങ് നീട്ടി എഴുതിയാൽ മതി. ഇപ്പൊ എസ്സേക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നീട്ടി എഴുതിയാലും മതി. ടെക്സ്റ്റ് വായിക്കണം കേട്ടോ, ചുമ്മാ ഐസും മാസും ചേർക്കല്ലേ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ്. അതായത് ഇപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈലി പ്യുവർ യൂണിഫോം നാനോ മെറ്റീരിയൽസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ലോ ടെമ്പറേച്ചേഴ്സിൽ അത് എന്താ ആ ഒരു കണ്ടീഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് മെറ്റീരിയൽസിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചാലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ കോമൺ ചാലഞ്ച് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഈ ബോട്ടം അപ്പ് അപ്രോച്ച് മെത്തേഡിനകത്ത് മെയിൻ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്. അപ്പൊ അതിനകത്ത് വരുന്ന ഓരോ മെത്തേഡ്സ്, ഇപ്പൊ കെമിക്കൽ മെത്തേഡും റിഡക്ഷൻ മെത്തേഡും സോൾജൽ അതിനകത്ത് വരുന്നത് കൊണ്ട് ആ 3 മെത്തേഡിനും കോമൺ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ചാലഞ്ച് ആണ് അത്. ലോങ് ടൈം എടുക്കും, അതായത് ഭയങ്കര സ്ലോ പ്രോസസ്സിങ് ആയിരിക്കും വരുന്നത്. അപ്പൊ അത് നമുക്ക് പെസേക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പോയിന്റ് അങ്ങനെ വേണമെങ്കിൽ എഴുതിക്കും, കുഴപ്പമില്ല. 3നും ആപ്ലിക്കബിൾ അത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന അതിന്റെ ആപ്ലിക്കേഷൻസും സെയിം രീതിയിൽ തന്നെയാണ്. ഇലക്ട്രോണിക്സിൽ വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ആ ലിക്വിഡ് സംഭവം നമ്മളിങ്ങനെ കുറച്ച് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് മേ ബി ദർ ഇസ് എ ചാൻസ് ദാറ്റ് അവിടെ ഒരു ക്രാക്ക് വരാനോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ജെല്ലി ഫോമിലേക്ക് എന്തോ ആ ഫോം അതായത് ലിക്വിഡ് ആയിട്ട് ഇരിക്കുകയാണ്, അതായത് സോൾ ആയിട്ട് ഇരിക്കുക. അപ്പൊ അത് എനിക്ക് ജെൽ ഫോമിലേക്ക് മാറുമ്പോഴത്തേക്കും മേ ബി ആ ഒരു ജെൽ ഫോമിലേക്ക് അങ്ങനെ അത്രയും ഡ്രൈ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പൊ ചിലപ്പോൾ അതിനൊരു ക്രാക്ക് വരാനും അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്യുകയാണേലും നമുക്കൊരു ഫൈൻ ടെക്സ്ചർ ആയിട്ട് ചിലപ്പോൾ കിട്ടത്തില്ലല്ലോ. ചിലപ്പോൾ മണ്ടയ്ക്ക് ചിലപ്പോൾ കുറച്ച് ക്രാക്സും കാര്യങ്ങളൊക്കെ കാണത്തില്ലേ? അതുപോലെ ഉള്ളു ജെല്ലിനും ചിലപ്പോൾ അതൊന്നെങ്കിൽ ഷ്രിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ ക്രാക്ക് വരാനും ഒരു ചാൻസ് ഉണ്ടാവും. എന്തോ ഷ്രിങ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുങ്ങി പോകത്തില്ലേ, അതിനാണ് ഷ്രിങ്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അതിന്റെ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ അതേ ആപ്ലിക്കേഷൻസ് നാനോയ്ക്കകത്ത് സെയിം കോമൺ ആയിട്ട് വരുന്നതാണ്. ഇലക്ട്രോണിക്സ്, ഒപ്റ്റിക്സ്, ബയോമെഡിസിൻ, എൻവയറമെന്റ്, അതിലെല്ലാം അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് കഴിഞ്ഞു. അതിന്റെ 3 ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് വരുന്നതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് ഡൗൺ അപ്രോച്ചിനകത്ത് വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? അതിപ്പോ നമ്മൾ ഓൾറെഡി ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്താണ് സംഭവം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ഫസ്റ്റ് മെത്തേഡാണ് മെക്കാനോ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെക്കാനോ കെമിക്കൽ, അതായത് നമ്മൾ പറഞ്ഞു ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയൊരു സാധനം, അതായത് ബൾക്ക് മെറ്റീരിയലിനെ എനിക്ക് നാനോ ആയിട്ട് മാറ്റണം. അപ്പൊ ഞാൻ അങ്ങനെ മാറ്റുമ്പോൾ അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ടല്ലേ. അതായത് എനിക്ക് സർഫസസിൽ എന്തെങ്കിലും ഡിഫക്റ്റും കാര്യങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. അതായത് യൂണിഫോമിറ്റി കാണത്തില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും മെക്കാനിക്കൽ മില്ലിങ്ങും
കെമിക്കൽ റിയാക്ഷൻസും കൂടെ, അതായത് മെക്കാനിക്കൽ പ്രോസസ്സ് വഴിയും കെമിക്കൽ മെത്തേഡ്സ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ മെക്കാനോ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ ബൾക്ക് മെറ്റീരിയൽസിനെ നാനോ സ്കെയിൽ സ്ട്രക്ചർ ആയിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, അതായത് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഒന്നെങ്കിൽ ഒരു മെക്കാനിക്കൽസ്, അതായത് എൻ്റെ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയലിൽ ഞാൻ ഒരു ഭയങ്കരമായ ഫോഴ്സുകൾ ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ഫോഴ്സുകൾ കൊടുത്ത് അതിനെ ചെറിയ പാർട്ടിക്കിൾസ്, അതായത് നാനോ സ്കെയിൽ റേഞ്ചിലേക്ക് മാറ്റാണ്. അപ്പൊ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ മെക്കാനിക്കൽ എനർജി, ഞാൻ കൊടുക്കുന്ന ഒരു മെക്കാനിക്കൽ എനർജി കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് വരുമ്പോഴത്തേക്കും അവിടെ പുതിയ ഫേസുകൾ ഫോം ചെയ്യാം, അതായത് എന്താ ഓരോ ലെയേഴ്സ് ഫോം ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് വരാം, അവിടെ മെറ്റീരിയൽ എൻഹാൻസ്മെന്റ് നടക്കാം. അപ്പൊ അതാണ് ആക്ച്വലി അവിടെ അതെങ്ങനെ വർക്ക് ആകുന്നു എന്നാണ് കാണിക്കുന്നത് ഈ ഒരു മെത്തേഡ് വഴി. പിന്നെ അതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡിനെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ മില്ല് ചെയ്യുന്ന സ്പീഡും അതിന്റെ ടൈം, അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ അതിനെ എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ് പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല, അത് സിമ്പിൾ സ്കെയിലബിൾ പ്രോസസ് ആണ് വരുന്നത്. നാനോ പാർട്ടിക്കിൾസും അലോയ്സിനെയും ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണോ സ്ട്രക്ചർ വേണ്ടുന്ന ഒരു യുണീക് സ്ട്രക്ചേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് അതിന്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് അതിന് അത്യാവശ്യം ആ ഒരു പ്രോസസ്സിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ ആപ്ലിക്കേഷൻസ് പറയുന്നതാണ് നാനോ ക്രിസ്റ്റലൈൻ മെറ്റൽസ്, അലോയ്സ്, അതൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ അതൊക്കെ യൂസ് ചെയ്യും. അതൊക്കെയാണ് അതിന്റെ ഈ ആപ്ലിക്കേഷന്റെ യൂസസ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ആണ് വരുന്നത് ലേസർ അബ്ലേഷൻ മെത്തേഡ്. അതായത് എന്തോ എക്സാമിന് വേണമെന്നോ? അതെ, ഇതെല്ലാം ടെക്സ്റ്റിലുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഇതൊക്കെ എസ് ആയിട്ട് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ടോപ്പ് ഡൗൺ മെത്തേഡ്സ് അല്ലെങ്കിൽ ബോട്ടം അപ്പ് മെത്തേഡ്സ്. അപ്പൊ അത് രണ്ട് കൺഫ്യൂഷൻ ആയി പോകരുത്. അപ്പൊ ഓരോ രണ്ട് അപ്രോച്ചിനകത്ത് മൂന്ന് മെത്തേഡ്സ് വീതം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ 3 മെത്തേഡ്സും അവർ പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി വലിച്ചു വാരാനായിട്ട് നിൽക്കരുത്. അതപ്പോ നമ്മൾ പോയിന്റ്സ് ആക്കിയിട്ട് മാക്സിമം പോയിന്റ്സ് ആക്കിയിട്ടൊക്കെ എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പൊ അങ്ങനെ സപ്പോസ് ഒരു 15 മാർക്സ് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ മെക്കാനോ കെമിക്കലും ലേസർ അബ്ലേഷനും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജസിന്റെ 2 അഡ്വാൻറ്റേജ് എഴുതാം, 2 ചാലഞ്ചസ് എഴുതാം, 2 ആപ്ലിക്കേഷൻ എഴുതാം. എല്ലാ പോയിന്റ്സും എഴുതണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതൊക്കെ അപ്പൊ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിയാൽ മതി. എന്താ ആദ്യം ആ മെത്തേഡ് എന്താണെന്ന് പറയുന്നുള്ള ഡെഫിനിഷൻ ആണ് എഴുതേണ്ടത്. പിന്നെ അത് എങ്ങനെ, അത് ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളത്. ഓക്കെ. അടുത്ത മെത്തേഡ് ആണ് വരുന്നത് ലേസർ അബ്ലേഷൻ മെത്തേഡ്. അപ്പോൾ ഈ ലേസർ അബ്ലേഷൻ മെത്തേഡ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ പറയാം, നമ്മൾ ഇതിനകത്ത് ഈ മെത്തേഡിനകത്ത് യൂസ് ചെയ്യുന്നത് ഹൈ എനർജി ലേസർ ബീം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിലേക്ക്, അതായത് സോളിഡ്, നമുക്ക് ഏതാണോ മെറ്റീരിയൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്, ആ മെറ്റീരിയൽ ഞാൻ എടുക്കുക. ആ മെറ്റീരിയലിലോട്ട് ഞാനൊരു ഹൈ എനർജി ലേസർ ബീം ഞാൻ അപ്ലൈ ചെയ്തു, ഡയറക്റ്റ് ചെയ്തു. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു തിൻ ലെയർ വേപ്പറൈസ് ആയിപ്പോയി, അതായത് അതിന്റെ ഒരു സർഫസിൽ നിന്ന് ഒരു തിൻ ലെയർ വേപ്പറൈസ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ അവിടെ ഒരു പ്ലാസ്മ സർഫസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പ്ലാസ്മ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലൗഡ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് അതിനകത്തൊന്നെങ്കിൽ ഇലക്ട്രോൺസ്, അയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആറ്റംസ് ഒക്കെ ഫോം ചെയ്ത് ഒരു ക്ലൗഡ് പോലെ, ഒരു എന്താ പറയാ, അവിടെ ഒരു ഫിലിം പോലെ അവിടെ ഫോം ചെയ്യും. അതിനാണ് പ്ലാസ്മ പ്ലൂം എന്ന് പറയുന്നത്. ഓക്കെ.
ഈ പ്ലാസ്മ പ്ലൂം എന്ത് പറ്റും, അവർ കൂളായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും. കൂളായി കഴിഞ്ഞിട്ട് അവർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ വേപ്പറൈസ്ഡ് ആയ ആറ്റംസും അയോൺസും ന്യൂക്ലിയേറ്റ് ചെയ്തിട്ട്, അതായത് കണ്ടൻസ് ചെയ്തിട്ടാണ് നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്, നമുക്ക് ഈ ലേസർ അബ്ലേഷൻ പ്രോസസ് നമുക്ക് ലിക്വിഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ വാക്യൂം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? പിന്നെ വരുന്നതാണ് ഓക്കെ അതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. അഡ്വാൻറ്റേജസും ചാലഞ്ചസും ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയുള്ളതൊന്നുമില്ല, വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവങ്ങൾ. പിന്നെ അതിന്റെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ കൊടുക്കുന്ന ലേസറിന്റെ വേവ് ലെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ സറൗണ്ടിങ് മീഡിയം അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ കൺട്രോളബിൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ ലേസർ അബ്ലേഷൻ മെത്തേഡ്. അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് മെത്തേഡാണ് ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്. ഈ ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്സ് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് 2 ഇലക്ട്രോഡ്സ്, ഈ 2 ഇലക്ട്രോഡ്സും, അതായത് നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ട് പറഞ്ഞ ഗ്രഫൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ റോഡ്സ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക സോഡിയം റോഡ്സോ എന്തെങ്കിലും ഒരു മെറ്റൽ റോഡ്സ്, ഇവർ ഈ 2 മെറ്റൽ റോഡ്സിനെ നമ്മൾ ഒരുമിച്ച് കീപ്പ് ചെയ്യാണ്. അപ്പൊ അവിടെ ഒരു, അതായത് ഇനേർട്ട് ഗ്യാസ് അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലോ അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ വാക്യൂം കണ്ടീഷൻസിൽ ഞാൻ ഈ 2 ഇലക്ട്രോൺസിനെ ഞാൻ ഒരുമിച്ച് പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ 2 ഇലക്ട്രോഡ്സിനും ഒരു അതായത് സ്ട്രോങ് ഇലക്ട്രിക് കറണ്ട് ഞാൻ പാസ് ചെയ്യാണ്. അപ്പൊ അവിടെ ഒരു പ്ലാസ്മ ആർക്ക് ഫോം ചെയ്യും. എന്തോ അതെ, മറ്റേത് പ്ലാസ്മ പ്ലൂമും ഇത് പ്ലാസ്മ ആർക്കും. അതായത് പ്ലാസ്മ ആർക്ക് എന്ന് പറയുന്നത് ഒരു ഹോട്ട് ഫ്ലെയിം, അവിടെ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും. അതായത് എന്നുവെച്ചാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതിനകത്ത് കാണും, ഇലക്ട്രോൺസ് കാണും, അയോൺസ് കാണും. അങ്ങനെയാണ് അതിനെയാണ് പ്ലാസ്മ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മളിവിടെ കറണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്നതാണ് പ്ലാസ്മ ആർക്ക്. മറ്റേ മെത്തേഡിനകത്ത് നമ്മൾ കറണ്ട് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. മറ്റേനകത്ത് അവിടെ ഒരു ലെയർ, ഒരു സർഫസ് ലെയർ, അതായത് നമ്മൾ ലേസർ കൊടുത്തു, ആ ലേസർ കൊടുക്കുന്ന മെറ്റീരിയലിലെ ഒരു തിൻ സർഫസ് ലെയർ അത് ഇവാപറേറ്റ് ആയി പോയി. അപ്പൊ ആ ഇവാപറേറ്റ് ആയി പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഒരു സ്പേസ് വരുന്നുണ്ടല്ലോ, അവിടെ ആക്ച്വലി പ്ലാസ്മ പ്ലൂം ഫോം ചെയ്യാണ് പറയുന്നത്. അതായത് അതിനകത്ത് ഇലക്ട്രോൺസും അയോൺസും കാണും. അതിനാണ് ക്ലൗഡ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുക, ഒരു കറണ്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്മ ആർക്ക്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് ഹോട്ട് ഫ്ലെയിം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയും. വേണമെങ്കിൽ ഇതൊക്കെ പറയുന്നത് എഴുതിക്കോ കേട്ടോ. അതായത് പ്ലാസ്മ ആർക്ക് എന്ന് വെച്ചാൽ എന്താണ്. അപ്പൊ ഈ ഹോട്ട് ഫ്ലെയിം FLAME, അതായത് ഹോട്ട് ഫ്ലെയിം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ആക്ച്വലി മെയ്ഡ് ഓഫ് അയോൺസും ഇലക്ട്രോൺസും വെച്ചിട്ടായിരിക്കും അത് ഫോം ആകുന്നത്. ഈ പ്ലാസ്മ എന്ന് പറയുമ്പോൾ പ്ലാസ്മ ആർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ നിൽക്കുകയാണ്. അപ്പൊ ഈ ടെമ്പറേച്ചർ ഇറ്റ് വേപ്പറൈസസ് ദ ഇലക്ട്രോഡ് മെറ്റീരിയൽ. അതായത് ഞാനിപ്പോ ഈ ആദ്യം വെച്ചേക്കുന്ന 2 ഇലക്ട്രോഡ്സ് ഉണ്ടല്ലോ, അതായത് അത് എന്തെങ്കിലും ഒരു മെറ്റൽ റോഡ്സ് ആയിരിക്കും ഞാൻ വെച്ചേക്കുന്നത്. അതിനെ ആ മെറ്റൽ റോഡ്സിനെ വേപ്പറൈസ് ആക്കാനായിട്ട് ഈ പ്ലാസ്മയ്ക്കകത്തുള്ള ടെമ്പറേച്ചർ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഈ വേപ്പറൈസ്ഡ് ആയിട്ടുള്ള ആറ്റംസ് അത് കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്ത് നാനോസൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ നാനോ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് സറൗണ്ടിങ് മീഡിയം, അതായത് നമ്മൾ അതായത്
നമ്മുടെ സറൗണ്ടിങ് മീഡിയത്തിൽ നിന്ന് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് കിട്ടുക, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ആണ്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോ ആപ്ലിക്കേഷൻസ് വായിച്ചു വിടാം. അത് എനിക്ക് തോന്നുന്നു ലാസ്റ്റില് ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻറ്റേജ്, ചാലഞ്ചസും ആപ്ലിക്കേഷൻസും ഒക്കെ പറഞ്ഞിട്ട്. അത് വായിച്ചാൽ മതി, അത് പോയിന്റ്സ് ആക്കി മാറ്റിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഓൾറെഡി പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി അങ്ങനെ എടുത്തിട്ടില്ല. ഓക്കെ, ഇതിനകത്തും സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റിൽ ഓൾറെഡി പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ലേസർ അബ്ലേഷന് ലാസ്റ്റ് പറഞ്ഞത് ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, ആർക്ക് ഡിസ്ചാർജ് മെത്തേഡ്. അതിന്റെ അഡ്വാൻറ്റേജസ്, ചാലഞ്ച്, ആപ്ലിക്കേഷൻസ് ആണ് കുറച്ച് ഇത്രയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടോന്ന് പറയണം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇത് ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കൂടി സമ്മറൈസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് പറയുന്നത്, 2 അപ്രോച്ചസുകളുടെ കാര്യങ്ങൾ. അപ്പൊ അതും ഒന്ന് വായിച്ചാൽ മതി. അപ്പൊ അത് ഞാൻ അങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് എടുത്തിട്ടില്ല, ആർക്കിന്റെ വരെ ഉള്ളതാണ്. കഴിഞ്ഞു, ആർക്ക് വരെ ഉള്ളൂ ലാസ്റ്റ്. അങ്ങനെ വരെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി.